ഇന്ത്യയുടെ ഒരു വീരപുരുഷനാണ് അജിത് ഡോവൽ. പക്ഷെ അജിത് ഡോവലിന്റെ കാറ്റ് പോക്കാണ് എന്നാണ് കേൾക്കുന്നത്. അമേരിക്കൻ കോടതി ഉടനെ തന്നെ അജിത് ഡോവലിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അജിത് ഡോവലിന്റെ കാറ്റ് പോകുമോ എന്നതാണ് ചോദ്യം. അല്ല, പാർത്ഥൻ അങ്ങനെ കരുതുന്നുണ്ടോ അജിത് ഡോവലിനെ അങ്ങനെ അമേരിക്കയ്ക്ക് പെട്ടെന്ന് പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന്? ഞാനങ്ങനെ കരുതുന്നില്ല. നിങ്ങൾ എന്താണ് കരുതുന്നത്? അതായത് ആ കേസ് എന്താണെന്ന് അറിയാമോ? അതായത് ഖാലിസ്ഥാൻ ഭീകരവാദിയായ ഗുർബന്ദൻ സിംഗ് പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചു, അതിൽ ഇന്ത്യ ഇൻവോൾവ് ആയിരുന്നു എന്ന ഒരു കേസ്. അതിനെ തീവ്രവാദി എന്ന് പറയാൻ പാടില്ല എന്നൊക്കെയാണ്. ഖാലിസ്ഥാൻ സംഘടനാ നേതാവ് എന്നേ പറയാം, ഭീകരവാദി എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാരോപിച്ചാണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്രം അജിത് ഡോവൽ, മുൻ മേധാവി സാമന്ത് ഗോയൽ, മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിക്രം യാദവ്, ന്യൂയോർക്കിൽ ജയിലിൽ കഴിയുന്ന നിഖിൽ ഗുപ്ത എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ സമൻസ് വന്നിട്ടുണ്ട്. 21 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി കൊടുക്കണമെന്നാണ് നിർദ്ദേശം അതിലുള്ളത്. അറസ്റ്റ് വാറണ്ടൊക്കെ വരുമോ? നമുക്ക് കാത്തിരിക്കാം. അറസ്റ്റ് വാറണ്ട് വരുമോ എന്താണെന്ന് അമേരിക്കൻ പട്ടാളം അവിടെ നിന്ന് വന്ന് പൊക്കിക്കൊണ്ട് പോകും എന്ന് കാത്തിരുന്നു കേട്ടോ. പക്ഷേ ഇനി 3 ദിവസത്തെ ഒരു അമേരിക്കൻ സന്ദർശനത്തിന് മോദി തയ്യാറെടുക്കുകയാണ് അമേരിക്കയിലേക്ക് പോകാൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമൻസ് വന്നിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ പന്നു പറഞ്ഞിരിക്കുന്നത്, ഈ പന്നുവിനെ വധിക്കാനായിട്ട് നിഖിൽ ഗുപ്തയ്ക്ക് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ അനുമതി കൊടുത്തത് ഈ മറ്റു രണ്ടുപേരാണ്. ആരാണ്? മുൻ മേധാവി സാമന്ത് ഗോയലും വിക്രം യാദവ്, മുതിർന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ വിക്രം യാദവും കൂടി ചേർന്നാണ് ഈ നിഖിൽ ഗുപ്തയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് എന്നാണ്. അപ്പോൾ ചോദിക്കാം, ഇന്ത്യയല്ലേ അതിൽ ഇൻവോൾവ് ആയത്, പ്രധാനമന്ത്രിയുടെ പേരെന്ത് വരാത്തത്? അത് നിയമപരമായ തടസ്സം. പ്രധാനമന്ത്രി ഇവിടുത്തെ നിയമപരിരക്ഷയുള്ള അധികാരി ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പേര് അതിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയോ ഭരണാധികാരിയോ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മറ്റുള്ളവരുടെ പേരുകൾ അവർ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിന് പോകാനിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഇങ്ങനൊരു സമൻസ് വന്നതിൽ എന്തെങ്കിലും ദുരൂഹതയോ ഗൂഢാലോചനയോ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോൾ പന്നു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, പുതിയ ഇന്ത്യയിൽ ശത്രുക്കളുടെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഭവനത്തിൽ ചെന്ന് അവരെ നേരിടും. ഇതാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിനെ കൂടി കോടതിയിൽ പന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് തെളിവിനായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയ ഇന്ത്യയിൽ ശത്രുക്കളുടെ, അപ്പൊ ഇന്ത്യയുടെ ശത്രുവാണ് പന്നു എന്ന് പന്നു തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ത്യയുടെ പുതിയ ഇന്ത്യ ശത്രുക്കളുടെ ഭവനങ്ങളിൽ ചെന്ന് ആളുകളെ കൊല്ലുമെന്ന്. പിന്നെ ഈ അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം, ഡോവൽ എല്ലാവരുടെയും കണ്ണിലെ ഒരു കരടാണ്. ഇന്ത്യക്ക് പുറത്തുള്ള, ഇന്ത്യയെ ദ്രോഹിക്കുന്ന, ഇന്ത്യക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളുടെയും എല്ലാ തീവ്രവാദികളുടെയും കണ്ണിലെ കരടാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ പാകിസ്ഥാനിൽ വരെ എത്തി ചാരപ്പണി നടത്തി ഇന്ത്യക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി ധൈര്യപൂർവ്വം തിരിച്ചു വന്ന ഒരു ബുദ്ധിരാക്ഷസനാണ്. ഒരു വീര പരിവേഷണം തുടക്കത്തിൽ പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. കാരണം അത്ര പെട്ടെന്നൊന്നും പാകിസ്ഥാനിലെ ചാരപ്പണിക്ക് ആരും പോവാൻ തയ്യാറാവില്ല. പക്ഷെ ഡോവലിനെ പോലുള്ള ആൾ പാകിസ്ഥാനിലേക്ക് പോയി ചാരപ്പണി നടത്തി പാകിസ്ഥാന്റെ രഹസ്യങ്ങൾ ചോർത്തി വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഡോവലിന്റെ ആത്മധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ആ ഡോവലിനെയാണ് പന്നു വെല്ലുവിളിച്ചിരിക്കുന്നത്, കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നത്, സമൻസ് അയച്ചിരിക്കുന്നത്. എന്തായാലും മോദിയുടെ സന്ദർശനം, ഇപ്പോൾ മോദിയുടെ പല വിദേശ നയത്തിനും പിന്നിൽ, പല വിദേശ തീരുമാനമെടുക്കുന്നതിനും പിന്നിൽ അജിത് ഡോവലിന്റെ കരങ്ങളുണ്ട്, അല്ലെങ്കിൽ അജിത് ഡോവലിന്റെ ബുദ്ധിയുണ്ട് എന്നാണ് പല തീവ്രവാദികളും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഡോവലിനെ ആദ്യം തകർക്കുക. കാരണം ഇപ്പൊ ഷെയ്ഖ് ഹസീനയ്ക്ക് 45 മിനിറ്റ് കൊടുത്തപ്പോൾ ആ 45 മിനിറ്റ് കൊണ്ട് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ എത്തിച്ച് സുരക്ഷിത താവളത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ മെനഞ്ഞത് അജിത് ഡോവലാണ്. അപ്പൊ ആ അജിത് ഡോവൽ ഇന്ത്യയിൽ ഉണ്ടായാൽ ഇന്ത്യക്ക് ഒരു ശക്തികളെയും അല്ലെങ്കിൽ ഇന്ത്യ വിരോധികളെ ഒരിക്കലും ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് മറ്റ് തീവ്രവാദികൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അജിത് ഡോവലിനെ എങ്ങനെയും അകത്താക്കുക, തൂക്കിക്കൊണ്ടു പോകുക, അത് നടക്കുന്ന കാര്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പന്നു അമേരിക്കൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായി വരുന്ന പല വാർത്തകളും ഇന്ത്യയെ മറ്റ് ലോക ശക്തികൾ, അതായത് റഷ്യ, ചൈന തുടങ്ങി പല രാജ്യങ്ങളും ഇന്ത്യയുമായി വളരെ ഇസ്രായേൽ ഉൾപ്പെടെ വളരെ അടുത്ത ഒരു ബന്ധവും സൗഹൃദപരമായിട്ട് എല്ലാ രീതിയിലുമുള്ള സഹകരണങ്ങൾ ഇന്ത്യയുമായി നടത്തുന്നുണ്ട്. ശരിക്കും ഇത് ഈ US ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ, തരത്തിലല്ലേ?
എന്താണ് ഈ US-ന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയുമായി ഒരേ സമയം നല്ല സൗഹൃദം സ്ഥാപിക്കുകയും മറുവശത്തുകൂടി ഇന്ത്യയുടെ വളർച്ചയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് US എന്ന് പറയുന്നത്. അവരൊരു ക്രിസ്ത്യൻ രാജ്യമാണ്. ഈ ക്രിസ്ത്യൻ രാജ്യത്തിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരെക്കാൾ മുകളിൽ ഒരു ലോകശക്തി വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും താഴെ അല്ലെങ്കിൽ അതെ വെട്ടി നിരത്തുക എന്നൊരു തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഈ ഡീപ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇടപെടൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സാംസ്കാരികപരമായ വളർച്ച, അതുപോലെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന മേധാവിത്വം, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഡീപ് സ്റ്റേറ്റിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അമേരിക്കയിൽ ഇപ്പം എന്താണ് ഇന്ത്യയിലെ ഖലിസ്ഥാൻ സംഘടന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർ പക്കാ തീവ്രവാദികളാണ്. ഈ തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെയാണ് അമേരിക്ക അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ബില്ലാദിനെതിരെയും പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയും ഒക്കെ അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ തീവ്രവാദത്തിനെതിരെ പറയുകയും ഇവിടെ നിന്നുകൊണ്ട് ഇവിടത്തെ തീവ്രവാദി അവിടെ കൊണ്ടുപോയി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്രം ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നത്. ഈ നമ്മൾക്കെതിരെ, അതായത് ഇന്ത്യക്കെതിരെ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് നിരന്തരമായ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ടെററിസ്റ്റ് ആക്രമണങ്ങൾ അത്ര തോതിൽ ഇല്ലാത്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഓരോ ആളുകളെയായി എന്താണ് ലിസ്റ്റ് തയ്യാറാക്കി അജ്ഞാതൻ തട്ടിക്കളയാണ്. ആരാണ് ഈ അജ്ഞാതൻ എന്നുള്ളത് ഇതുവരെ നമുക്ക് മേധാവികൾ പോകും തട്ടും തിരിച്ചു വരും. അജ്ഞാതനാണ്. അപ്പൊ ഈ അജ്ഞാതനെ നയിക്കുന്ന ആളുകളുടെ നിലയിൽ പിന്നെ ആരെ ഈ അജിത് ഡോവലിന്റെ പേര് കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല അജിത് ഡോവലിന്റെ പേര്. സ്വാഭാവികമായിട്ടും എന്താണ് അജിത് ഡോവലിനെതിരായി അല്ല, അജിത് ഡോവൽ ഇല്ലാതാക്കുന്നത് ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സദ്ഗുരു അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സന്യാസി വര്യനോ അങ്ങനെ ഒരു നല്ല മനുഷ്യനോ അല്ല. അജിത് ഡോവലാണ് ഇതിനെല്ലാം പിന്നിലെന്ന് നിങ്ങൾ രണ്ടുപേരും ഇല്ല, സ്ഥാപിക്കുന്നതല്ല. തന്ത്രങ്ങൾ മെനയും. ഒരു തീവ്രവാദി ഇല്ലാതാക്കാൻ അജിത് ഡോവൽ ഏത് വിധത്തിലുള്ള തന്ത്രങ്ങളും മെനയും. അത് മോദിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും ഒരു നെറേഷൻ ഉണ്ട്. അതായത് അജിത് ഡോവലാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്നൊരു നെറേഷൻ ഉണ്ട്. നമുക്കത് അറിയില്ല എന്നുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആയുസിന്റെ ബലം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. അപ്പൊ അയാൾക്കറിയാം കൃത്യമായിട്ട് ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന്. അവിടെ ഒരു ഹർജി കൊടുത്തത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് അറിയുമ്പോഴും ഇത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, തന്റെ ജീവൻ അപകടത്തിലാണ്, തന്നെ വധിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും താൻ വധിക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ തലയിലേക്ക് വയ്ക്കുക എന്നുള്ളൊരു ഇതിന്റെ കാര്യം അത് കൃത്യമായ തന്ത്രമാണ്. ഇത് വെച്ചുകൊണ്ട് അമേരിക്ക കളിക്കും. അമേരിക്ക പല രീതിയിലുള്ള എന്താണ് ഇപ്പൊ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട് ചൈന വേറൊരു രീതിയിൽ ഇന്ത്യയുമായിട്ട് അടുത്ത് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പം എന്താണ് ചൈന എന്താണ് ഈ പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ടൊക്കെ UN-ൽ ഇന്ത്യയുടെ ഒരു സ്ഥിരാംഗത്വത്തിനൊക്കെ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അമേരിക്കയെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ സ്ഥിതിയെല്ലാം മാറും. ഇപ്പൊ ഭരിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ഉണ്ടാവുക. അതും കൃത്യമായിട്ട് ആർക്കറിയാം? ഈ നമ്മുടെ ഇന്ത്യക്കറിയാം. അപ്പോൾ ഇത് മാത്രമല്ല, ഈ എന്താണ് ഖലിസ്ഥാൻ തീവ്രവാദികൾ സിംഗപ്പൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യക്കെതിരായിക്കൊണ്ട് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ നടക്കുന്ന പല വിഘടനവാദ ആക്രമണങ്ങളും ഈ അതെ കർഷക സമരവും ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളല്ലേ കൂടുതൽ ഉണ്ടായിരുന്നത്. കർഷക സമരത്തിന്റെ പിന്നിൽ അമേരിക്കൻ സ്പോൺസേഡ് സമരമായിരുന്നു. പറയാൻ പറ്റില്ല. അമേരിക്ക നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, അതുപോലെ ചൈന ഇവിടെ മണിപ്പൂരിൽ എങ്ങനെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചില എന്താണ് തെളിവുകളാണ്. ജമ്മു കാശ്മീരിൽ എങ്ങനെയാണ് ഇവർ ഇടപെടാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെ ചിക്കൻ നെക്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കൻ നെക്കിൽ ഇവർ ഇടപെടാൻ ശ്രമിച്ചതും, ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരായിക്കൊണ്ട് ഒരു വികാരം ഉണ്ടാക്കുക എന്നുള്ള ശ്രമങ്ങളൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ പക്ഷെ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് അമിത്ഷായുടെയും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആ ഒരു എന്താണ് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു തന്ത്രം, അതിന്റെ പുറകിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അജിത് ഡോവലിന്റെ തല, അതിന്റെ പുറകിൽ താഴോട്ട് റോയിലെ ഒരു കാലത്ത് മൊസാദ് ഇപ്പം കേറി ആക്രമിച്ചല്ലോ. ഈ മൊസാദിന് തുല്യമായ രീതിയിലേക്ക് റോയെ വളർത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? കേന്ദ്രത്തിനുണ്ടായിരുന്നത്. അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമ്മുടെ ചാരസംഘടന എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ എന്തായാലും ഈ അജിത് ഡോവലിനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിലങ്ങ് വെക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അമേരിക്ക കുറച്ച് പുളിക്കണം. അതെ, ആ ഒരു വെള്ളം അവര് ഇങ്ങനെ തിളപ്പിച്ചു വാങ്ങി വെച്ചേക്ക്, ആ പരിപ്പ് ഈ കലത്തി വേവൂല. അതെ അതെ അതെ.